ഹായ് അബി. ഹായ് ആതിര. ഹായ് അഭിലാഷ് അങ്കിൾ. അവിടെ കൂടെ ഒരുമിച്ചുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന കല്യാണമാണ്. ഇൻഷാ അല്ലാഹ് ഒരുമിച്ചുണ്ടാവും. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹായ് തിര, ഹായ് അഭിലാഷ് ചേട്ടാ. രണ്ടുപേർക്കും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹാപ്പി മാരീഡ് ലൈഫ്. തിരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വുമൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എവിടെ പോയാലും അവിടെ തിര ഉണ്ടാവും, എന്ത് പരിപാടിക്കാണെങ്കിലും അവിടെ തിര ഉണ്ടാവും. പിന്നെ തിര എന്ത് നമ്മളിപ്പോൾ ഒരു പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെക്കുന്ന ഒരാളാണ് തിര. അത് എന്ത് പരിപാടിക്കാണെങ്കിലും ഗ്രൂപ്പിൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഞാനും തിരയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് തിര എന്ന് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടിക്കും തിര നടത്തി അല്ലെങ്കിൽ തിര ഉള്ളൊരു പരിപാടിയിൽ നമുക്കൊരു ഫോട്ടോ ഉണ്ടാവും. അത് തിരയുടെ ഒരു ട്രേഡ് മാർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ഫോട്ടോസൊക്കെ ഇടുന്ന ആളാണ് അതുപോലെ തന്നെ. പക്ഷെ ഒരു ലാസ്റ്റ് ഒരു മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ നമുക്കൊരു ഫോട്ടോ ആയാലോ എന്ന് പറയുന്ന ഒരു ആളാണ് തിര എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അഭിലാഷ് ചേട്ട ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ രണ്ടുപേരും നല്ല കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. ഹായ് അബി, എന്താണ് വിശേഷം? സുഖല്ലേ? എന്താ പറയുക, നല്ല ഇപ്പോൾ ഉള്ള ഈ സന്തോഷം രണ്ടുപേർക്കും എപ്പോഴും ഉണ്ടാവട്ടെ, ഫോർ എവർ. നന്നായി ഹാപ്പി ആയിട്ടിരിക്കുക അബി. അമ്മു, വിഷ് യു എ വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ് തിര. അങ്ങനെ തിരയുടെ കല്യാണം എത്താറായി. കൺഗ്രാജുലേഷൻസ് അഭിലാഷ് ചേട്ടാ, കൺഗ്രാജുലേഷൻസ്. അൺഫോർച്ചുനേറ്റ്ലി ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എനിക്ക് വരാൻ പറ്റാതായി പോയി. ഇല്ലെങ്കിൽ അടിച്ചു പൊളിക്കേണ്ട പരിപാടിയായിരുന്നു. എനിക്ക് ഈ സമയത്ത് നമ്മൾ KPയുടെ കല്യാണത്തിന് എല്ലാവരും ഇവിടെ അടിച്ചു പൊളിച്ചതൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ നല്ലൊരു ഫ്രണ്ട്, മെൻറ്റർ ഒക്കെ ആയിരുന്നു നീ. എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല ഗൈഡൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ഒക്കെ നീ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ IEEEയുടെ ഭാഗമായിട്ട് അടിച്ചു പൊളിച്ച ഇവൻറ്റുകൾ, നമ്മുടെ ബീഹാർ ട്രിപ്പ്, നമ്മുടെ ദുരന്തങ്ങൾ നിറഞ്ഞ ഗോവ ട്രിപ്പ്, ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ജീവിതത്തിൽ ഇനിയും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻസ്. ഐ മിസ് ദിസ് ഇവൻറ്റ്. അഭിലാഷനും ആതിരയ്ക്കും വിവാഹമംഗള ആശംസകൾ നേരുന്നു. വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Hello. So have a happy and healthy married life, Ammu Chechi. Good luck to both of you. And Abhilashita, I know we have not met yet, so I am one of her brothers. She's gonna tell you more about me for sure. Anyways, you take good care of my sister, okay? She's really special. You have a good one. Bye-bye. അഭിലാഷ്, ആതിര അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയാം, പേര് പറഞ്ഞത് മാത്രം. അപ്പോൾ ഏട്ടനും ഏടത്തിയമ്മയ്ക്കും ഹാപ്പി മാരീഡ് ലൈഫ്. കുറേ കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണം, മുക്കും മൂന്നും മുറിച്ചിട്ട് കാണിക്കരുത്. ഹായ് തിര, ഹായ് അഭിലാഷ് ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ ബിഗ് ഡേ. എനിക്കൊരു ഇൻസിഡന്റ് കാര്യമാണ് പറയാനുള്ളത്. ദിസ് വാസ് 23rd September 2020. നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ഒരുമാതിരി ഈസായി. അപ്പോൾ കോവിഡിന്റെ സ്വാഭാവികമായിട്ട് എല്ലാവരും ഫോണിലായിരുന്നു. അപ്പോൾ വി ഹാവ് ദിസ് ഗ്രൂപ്പ്, തിര, ഞാൻ, നിവേദ്, വിനായക്. നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ഫുൾ ഡിസ്കഷനൊക്കെ അതിലാണ്. അപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ ഡിസ്കസിങ് അബൌട്ട് ഭാവി കാര്യങ്ങൾ, ഫ്യൂച്ചർ, മാരേജ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചോദിച്ചു, തിരോടും ചോദിച്ചു, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഫ്രോം യുവർ ഫ്യൂച്ചർ ഹസ്ബൻഡ്. അപ്പൊ പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരു ഹൈലൈറ്റ് ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ പല രീതിയിലുള്ള ഒരു ഫിൽറ്ററിങ്ങും പല രീതിയിലുള്ള അനാലിസിസ് ചെയ്യും. അതായത് ഓരോ ടാസ്ക് അല്ലെങ്കിൽ ഓരോ ലെയർ ഓഫ് സ്ക്രൂട്ടിനി അതുപോലെ ആയിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, പിന്നെ സ്പോർട്സ്, ആർട്സ്, പിന്നെ വേറെന്താ, ക്രാഫ്റ്റ്. ഇത് ശരിക്കും 2 മിനിറ്റിന്റെ വോയിസ് ആണ്.
അത് ഞങ്ങളും വിചാരിച്ചു ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണോ അതോ ഏതോ പ്രൊജക്ട് മാനേജറിനെ കുറിച്ച് പറയുകയാണോ എന്ന്. കാരണം തീരെ ഹയറിംഗിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ നടക്കാൻ പോണേന്ന്. പക്ഷെ വാട്ട് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് ഷീ ആക്ച്വലി ഫൗണ്ട് എ ഡയമണ്ട്. ആൻഡ് ഐ തിങ്ക് തിര ഇസ് വെരി ലക്കി ടു ഹാവ് യു അഭിലാഷ് ഏട്ട ആസ് ഹെർ ഹസ്ബൻഡ്. ഇത് ഞാൻ അന്ന് സ്റ്റാർട്ട് വെച്ചതാണ്. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ആവശ്യം വന്നല്ലോ, ഇപ്പൊ എന്തായാലും യൂസ്ഫുൾ ആയി. സോ എനിവേസ് വിഷ് യു എ വെരി 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 ഹാപ്പി മാരിഡ് ലൈഫ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഹായ് അബി, ആതിര. എനിക്ക് നവംബർ 1st വീക്കാണ് ചേട്ടാ ഒരു വിഷ് വീഡിയോ അയച്ചു തരുമോ, സംഗീതം പ്ലേ ചെയ്യാനായിട്ട് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല, എന്താ പറയേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ചിന്തിച്ച് ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഡിസംബർ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ആദ്യം കാണുന്നത് ഞങ്ങളുടെ +2 ലൈഫിലായിരിക്കും. +2 ഞങ്ങൾ രണ്ടും വേറെ ബാച്ചിലാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നീട് പോളിയിലാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ വരുന്നത്. പക്ഷേ പോളി 3 ഇയറിലും ഞങ്ങൾ അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല. അബിയുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, എനിക്ക് വേറെ. അബി ഒരു പഠിപ്പിച്ച ലൈൻ, ഞാനാണെങ്കിൽ പൊളിറ്റിക്സ് അങ്ങനെ ക്ലാസ്സിലൊന്നും കയറാറില്ല. അങ്ങനെ പോളി എല്ലാം കഴിഞ്ഞ് ഒരു 3-4 വർഷത്തിന് 2009 ഞങ്ങൾ പോളി കഴിയുന്നത്. 2012-13 ഞങ്ങൾ ഈ FB-യിലൊക്കെ ചാറ്റിങ്ങിലൂടെയും അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ വന്നത്. ഒരു 2014 ശേഷം ഞങ്ങൾ ശരിക്കും കോണ്ടാക്ട് ചെയ്യാത്ത ദിവസങ്ങളൊക്കെ വളരെ കുറച്ചായിരിക്കും. അതൊരു 18-19 ശേഷമൊക്കെ ഡെയിലി ഒരു 3 അവർ 4 അവരൊക്കെയാണ് ഞങ്ങളുടെ കോൾ ഉണ്ടാവുക. അത് വീഡിയോ കോൾ ആണെങ്കിലും ഓഡിയോ കോൾ ആണെങ്കിലും അങ്ങനെയൊക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏതൊരു പ്രശ്നത്തിനും അല്ലെങ്കിൽ എനിക്ക് എന്തൊരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും എന്താണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അബി. അല്ലാണ്ട് എനിക്ക് ഞാൻ അധികം ആരെയായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. ആകെ അബി മാത്രമായിട്ടുള്ള എനിക്ക് എന്ത് വന്നാലും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അബിയുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും കൂടി ഹാപ്പിനെസ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു അബി എന്ന് പറയുന്ന പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ്. പിന്നെ ആതിര, എനിക്കറിയാം നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. എന്തായാലും നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കുക. അപ്പൊ അബിക്കും ആതിരയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ഓഫ് യു. ഹലോ ആതിര ചേച്ചി. ആതിര, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന കല്യാണം ആവാറായി. വളരെ സന്തോഷമുണ്ട്. പക്ഷെ വരാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റില്ല. ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാകുമായിരുന്നു. എനിവേ, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. നിനക്ക് മാത്രമല്ല അഭിലാഷേട്ടനും വിഷസ് ഉണ്ട്. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ഓൾ ഇന്ത്യ HR-ന്റെ പേരിലും കൂടി വിഷസ് രേഖപ്പെടുത്തുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ. അബേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബേട്ടൻ്റെ കൂടെ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്താണ്. കാരണം സമ്മർ ഹോളിഡേയ്സിനൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഏട്ടൻ സൈക്കിൾ എടുത്തിട്ട് വരാറുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. കസിൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നൂറാങ്കോലി കളിക്കുന്നതും പിന്നെ പുളിങ്ങക്കുരു കളിക്കുന്നതും അങ്ങനത്തെ ചെറിയ ഓർമ്മകളുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കൂടുതലും ഫിറ്റ്നസ്സും ജിമ്മും ഡയറ്റും പിന്നെ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കാറ്. അപ്പോൾ അതിനോടിപ്പോൾ അബേട്ടനെ കുറിച്ച് കൂടുതൽ പൊക്കി പറയേണ്ട കാര്യമില്ല. കാരണം ഏകദേശം ഏട്ടൻ എങ്ങനെയാണെന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. ഹാപ്പി മാരീഡ് ലൈഫ് ടു ബോത്ത് അബേട്ടൻ ആൻഡ് ആതിര. ലെറ്റ് യുവർ ജേർണി ബി ഫുൾ ഓഫ് ട്രാവൽ, ലാഫ്റ്റർ ആൻഡ് ക്രേസി മെമ്മറീസ്. കല്യാണം കഴിഞ്ഞ എൻ്റെ മക്കളെ സുഖമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.